പഠനത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം അതിൽ നിങ്ങളുടെ പഠനത്തിൽ വരുന്ന മാറ്റങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ചെയ്യുക. ഇതിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ പൊമോഡോറോ ടെക്നിക് എന്ന് പറയുക. എന്താണ് പൊമോഡോറോ ടെക്നിക്? നിങ്ങൾ ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? പഠിച്ച കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ റീകോൾ ചെയ്യുക, അല്ലെങ്കിൽ ബ്രേക്ക് ഇൻഫർമേഷൻ ഇൻ ടു ചങ്ക്സ്. അതായത് നമുക്കൊരു വലിയൊരു ചാപ്റ്റർ. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ പല സ്റ്റുഡൻസും നമ്മളോട് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. അതായത് അവർക്ക് പഠിക്കുന്നുണ്ട്, അവർ ഒത്തിരി സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് പഠിക്കുന്നുണ്ട്, അവര് മാക്സിമം അവരുടെ എഫേർട്ട് എടുത്ത് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് പഠിച്ച കാര്യം നാളെ ആകുമ്പോഴത്തേക്കും മറന്നു പോകുന്നു. അല്ലെങ്കിൽ ഈ ഒരാഴ്ച ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചു, പക്ഷെ നെക്സ്റ്റ് വീക്കിൽ ഞാൻ അതൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഞാൻ എടുക്കുമ്പോൾ ഞാൻ മറന്നു പോകുന്നു, ഞാൻ ഇതെല്ലാം പുതിയതായിട്ട് വായിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ പലരും എന്നോട് കംപ്ലൈന്റ് പറയാറുണ്ട്, സാർ ഇതിനു വേണ്ടി എന്താ ചെയ്യുക, ഞങ്ങൾക്ക് ജോലി കിട്ടുമോ, അതായത് ഞങ്ങൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, ഞങ്ങൾ പഠിക്കുന്നൊന്നും ഓർക്കുന്നില്ല, ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഞങ്ങൾ പഠിച്ചത് മറന്നു പോവുകയാണെങ്കിൽ പിന്നെ ഈ 3-4 മാസം കഴിഞ്ഞിട്ട് വരുന്ന എക്സാമിന് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് എങ്ങനെ അത് കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് കഴിയും? അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളിൽ എല്ലാവർക്കും ഈ കംപ്ലൈന്റ് ഉള്ളതാണ്, ഈവൻ എനിക്കും ഉള്ളതാണ്. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട്, അതിൽ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതോടൊപ്പം നമ്മൾ ചെറിയൊരു ടോപ്പിക് കൂടെ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന ടെക്നിക്സ് അതിൽ എങ്ങനെ നമുക്ക് പ്രയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് കൂടെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ആ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോ എല്ലാവരും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാച്ച് ഫോർ ലേറ്റർ വയ്ക്കുക. ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് അതിന്റെ സക്സസ്ഫുൾ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് 6 effective ടിപ്സ് ടു മെമ്മറൈസ് ഈസിലി. പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാനുള്ള ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ 6 പോയിന്റ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അതിൽ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് യൂസ് ആക്റ്റീവ് റീകോൾ. അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ട്, ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക അല്ലേ, അതാണ് ആക്റ്റീവ് എന്ന് പറയുന്നത്. അല്ലാതെ പാസീവ് ആണ്, അതായത് നമ്മൾ അറിയാതെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ റീകോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. സപ്പോസ് നമ്മൾ ഇന്ന് ഒരു 2 മണിക്കൂർ കാര്യങ്ങൾ പഠിച്ചു എന്ന് വെച്ചോളൂ. അപ്പൊ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ബുക്ക് അടച്ചു വെക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പഠിച്ചത് എന്ന് മനസ്സിൽ നിന്ന് ഓർക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു പേപ്പറിൽ പോയിന്റ്സ് മാത്രം, അല്ലാതെ എല്ലാ കാര്യങ്ങളും എഴുതേണ്ട കാര്യമില്ല, പോയിന്റ്സ് മാത്രം ഒന്ന് എഴുതി വെക്കുക. സപ്പോസ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രോട്ടീൻ, എനർജി, മാൽന്യൂട്രീഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പം അതിൽ എന്തൊക്കെ വരും? കോഴ്സ്വർക്കർ വരുന്നുണ്ട്, മെരാസ്മസ് വരുന്നുണ്ട്, മെരാസ്മിക് കോഴ്സ്വർക്കർ വരുന്നുണ്ട്. കോഴ്സ്വർക്കറിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? സോ അങ്ങനെ ജസ്റ്റ് പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം ബുക്ക് തുറക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുക, എല്ലാ കാര്യങ്ങളും എനിക്ക് റീകോൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് നോക്കുക. ഇൻ കേസ് ഏതെങ്കിലും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അഡീഷണൽ ആയിട്ട് എഴുതി വെക്കുക. വീണ്ടും ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ പോയിന്റ്സ് ഒന്നുകൂടെ ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മറക്കാതിരിക്കും, അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ട് ഓർത്തെടുക്കാനായിട്ട് കഴിയും. ഇതാണ് ഒന്നാമത്തെ ടെക്നിക്ക്, അതായത് യൂസ് ആക്റ്റീവ് റീകോൾ. രണ്ടാമത് പറയുന്നത് അപ്ലൈ സ്പേസ്ഡ് റിവിഷൻ. അതായത് പഠിച്ച കാര്യങ്ങൾ നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം റിവൈസ് ചെയ്ത് നോക്കുക. ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ തന്നെ റിവൈസ് ചെയ്യാതെ ഇന്ന് പഠിച്ച കാര്യം നാളെ റിവൈസ് ചെയ്യുക. നാളെ കഴിഞ്ഞിട്ട് പിന്നെ ഈ 2 ദിവസം, അതായത് നാളെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇന്നും നാളെയും പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. സോ അതാണ് സ്പേസ്ഡ് റിവിഷൻ എന്ന് പറയുക. സോ എന്നിട്ട് ഈ റിവിഷന്റെ ഫ്രീക്വൻസി കുറച്ചൊന്ന് കൂട്ടുക. ഇപ്പം ഡെയിലി ആദ്യം ഒരു 3-4 ദിവസം നമ്മൾ ഡെയിലി ഈ ടോപ്പിക്ക് റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു 5 ദിവസം കൂടുമ്പോൾ ഈ ടോപ്പിക്ക് റിവൈസ് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു 3-4 ആഴ്ച കഴിയുമ്പോൾ ഈ ടോപ്പിക്ക് റിവൈസ് ചെയ്യുക. ഇതാണ് അപ്ലൈ സ്പേസ്ഡ് റിവിഷൻ എന്ന് പറയുക. അപ്പം ഇതും ഒരുപാട് നമുക്ക് ഹെൽപ്പിംഗ് ആകുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. മൂന്നാമത് ക്രിയേറ്റ് അക്രോണിം ആൻഡ് ന്യൂമോണിക്സ് കേട്ടോ. അതായത് അക്രോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വേർഡ്സ് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുടെ ഫസ്റ്റ് ലെറ്റേഴ്സ്. ഇപ്പം കുറെ സിംറ്റംസ് നമുക്ക് പഠിക്കാനുണ്ടെന്ന് വെച്ചോളൂ. ആ സിംറ്റംസിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്തു വെച്ചിട്ട് നമ്മൾ ഒരു പേരുണ്ടാക്കാം. അതായത് നമ്മൾ പ്രോട്ടീൻ, എനർജി, മാൽന്യൂട്രീഷൻ ആണ് നമ്മൾ ഇപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത് നമുക്ക് PEM എന്ന് എഴുതാം, PEM അല്ലെങ്കിൽ PEM എന്ന് എഴുതാം.
പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. ഇത് ഞാൻ എക്സാമ്പിളിന്റെ ഹെൽപ്പോട് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആക്ച്വലി ഇതിന്റെ സിംറ്റംസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സാമ്പിളിന്റെ ഹെൽപ്പോട് കൂടി ഞാൻ പറഞ്ഞുതരാം. അതുപോലെ അക്രോണിം അല്ലെങ്കിൽ ന്യൂമോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഒരു സെന്റൻസ് ഉണ്ടാക്കുക. അതായത് നമ്മൾ ഈ പഠിക്കുന്ന ഓരോ വേർഡ്സിന്റെ അല്ലെങ്കിൽ ഓരോ സിംറ്റംസിന്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് എടുത്തിട്ട് ഓരോ വേർഡ്സ് ഉണ്ടാക്കി അങ്ങനെ ഒരു സെന്റൻസ് ആക്കി വെച്ച് പഠിക്കുക കേട്ടോ. അപ്പം അക്രോണിം ന്യൂമോണിക്സ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് പഠിക്കാം. നാലാമതായിട്ട് പറയുന്നത് വിഷ്വലൈസ് കൺസെപ്റ്റ്സ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ നമ്മളത് നമ്മളൊന്ന് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. സോ ദാറ്റ് നമ്മളൊരു വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ നമ്മളത് വിഷ്വലൈസ് ചെയ്തൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ഭാവനയിൽ ഈ കാര്യങ്ങൾ വരണം. ഇപ്പം കോശോർക്കറുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കോശോർക്കറുള്ള ഒരു കുട്ടിയുടെ പടം അല്ലെങ്കിൽ ആ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ വരണം നമ്മൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് വായിക്കുമ്പോൾ കേട്ടോ. അതാണ് വിഷ്വലൈസ് കോൺസെപ്റ്റ്സ്. അഞ്ചാമതായിട്ട് പറയുന്നത് ബ്രേക്ക് ഇൻഫർമേഷൻ ഇൻ ടു ചങ്ക്സ്. അതായത് നമുക്കൊരു വലിയൊരു ചാപ്റ്റർ പഠിക്കാനുണ്ടാകും. അതിന് നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ ടോപ്പിക് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തതിനു ശേഷം ഈ ചെറിയ ടോപ്പിക്ക് ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആക്റ്റീവ് റീകോൾ ടെക്നിക്ക് അതിൽ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ആറാമതായിട്ട് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ക്രിയേറ്റ് സ്റ്റഡി സ്കെഡ്യൂൾ. അതായത് നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ഒരു ഷെഡ്യൂൾ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം അല്ലെങ്കിൽ ഓരോരുത്തർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് നമ്മൾ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഇതിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയുക. എന്താണ് പൊമോഡോറോ ടെക്നിക്ക്? നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ പൊമോഡോറോ ടെക്നിക്ക്? പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ടൈം വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. അതായത് ആദ്യത്തെ 25 മിനിറ്റ് നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുക, അതിനുശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ ബ്രേക്ക് എടുക്കുക കേട്ടോ. മനസ്സിലായോ? ആദ്യം ഒരു 25 മിനിറ്റ് നമ്മൾ ടോപ്പിക്ക് പഠിക്കുക, അതിനുശേഷം നമ്മൾ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. വീണ്ടും അടുത്ത 25 മിനിറ്റ് നമ്മൾ ഒരു ബാക്കി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് പഠിക്കുക, പിന്നെയും ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. മൂന്നാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യണം? വീണ്ടും ഒരു 25 മിനിറ്റ് പഠിക്കുക, പിന്നെ നമ്മൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. നാലാമത്തെ പ്രാവശ്യം വീണ്ടും ഒരു 25 മിനിറ്റ് പഠിക്കുക. അവിടെ നമ്മൾ 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ അല്ലെങ്കിൽ 30 മിനിറ്റ് വരെ നമ്മൾ കുറച്ചുകൂടെ വലിയൊരു ബ്രേക്ക് എടുക്കുക. സോ ഇതാണ് പൊമോഡോറോ ടെക്നിക്ക് എന്ന് പറയാം. അതായത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഒറ്റ പ്രാവശ്യം അവിടെ ഇരുന്ന് തന്നെ നമ്മൾ ഫുള്ള് പഠിച്ചു തീർക്കാതെ നമ്മൾ കുറച്ച് ചെറിയ റെസ്റ്റ് പീരീഡ് കൊടുത്തതിന് ശേഷം പഠിക്കുകയാണെങ്കിൽ നമ്മുടെ പഠിത്തം കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോൺസെൻട്രേഷൻ പവർ ആക്ച്വലി നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ആണ്. അതിനപ്പുറം നമുക്ക് കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. പല തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. നമ്മുടെ ഡ്യൂട്ടിക്ക് പോയ കാര്യങ്ങൾ, നമ്മൾ ഏതെങ്കിലും പേഷ്യനെ ടേക്ക് കെയർ ചെയ്ത കാര്യങ്ങൾ, അതിൽ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. സോ അത് ആക്ച്വലി നമ്മുടെ മെന്റൽ എക്സോഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയാത്തത്. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു 25 മിനിറ്റ് പഠിക്കുക, അതിനുശേഷം ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും പഠിക്കാനിരിക്കുക. അപ്പൊ നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ ഫ്രഷ് ആവും. സോ ദാറ്റ് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമുക്ക് മറന്നു പോകത്തുമില്ല. സോ ഇതാണ് 6 ഇഫക്റ്റീവ് ടിപ്സ് ടു മെമ്മറൈസ് ഈസിലി. ആക്ച്വലി ഈ ടെക്നിക്സ് എല്ലാം ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാനും ആക്ച്വലി ഇഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത കാര്യമാണ്. നിങ്ങൾക്കും ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് കാര്യങ്ങൾ വെറുതെ കേട്ടു പോവുകയല്ല, ജസ്റ്റ് നിങ്ങളുടെ പഠനത്തിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം നിങ്ങളുടെ പഠനത്തിൽ വരുന്ന മാറ്റങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. സോ നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ആണ്. നമ്മുടെ എക്സാംസിന് ഏതൊരു നഴ്സിംഗ് എക്സാം എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും JPHN ആയിക്കോട്ടെ, സ്റ്റാഫ് നഴ്സ് ആയിക്കോട്ടെ, നഴ്സിംഗ് ഓഫീസർ ആയിക്കോട്ടെ, ഏതൊരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സാധാരണ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ? അതായത് നമ്മുടെ ആഹാരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് പ്രോട്ടീൻ അല്ലെങ്കിൽ എനർജി, പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് ആണല്ലേ, അതായത് നമ്മുടെ ടിഷ്യൂസ് ഉണ്ടാക്കാനുള്ള കമ്പോണന്റ് ആണ് ഈ പ്രോട്ടീനിൽ വരിക. അതേസമയം കാർബോഹൈഡ്രേറ്റിലാണ് നമ്മുടെ എനർജി വരിക അല്ലെ. സോ ഇതിന്റെ മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ ഇതിന്റെ കുറവ് വരുമ്പോഴത്തേക്കാണ് സാധാരണ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയുക. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷന്റെ definition നമുക്ക് നോക്കാം. എന്താ അത്? occurs when the body does not get enough calories or protein to support the growth and normal functions. അതായത് ഒരു കുഞ്ഞിന്റെ ഗ്രോത്തിനും അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ നോർമൽ ഫങ്ഷൻസിനും സപ്പോർട്ട് ചെയ്യാവുന്ന തരത്തിൽ കാലറീസോ പ്രോട്ടീനോ കുഞ്ഞിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയുന്നു? പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നു. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ് എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ ഫ്രം ലോ ഇൻകം റീജിയൻസ്. അതായത് ലോ ഇൻകം റീജിയൻസിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ന്യൂട്രീഷണൽ ഡിസോർഡർ ആണ് എന്താ ഈ പ്രോട്ടീൻ എനർജി
മാൽന്യൂട്രീഷൻ എന്ന് പറയുക. സോ എന്താണ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ? സോ ടൈപ്സ് നമുക്ക് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് കോഷ്യോർക്കർ പറയാം. കോഷ്യോർക്കർ, രണ്ടാമതായിട്ട് മെരാസ്മസ്, മൂന്നാമതായിട്ട് മെരാസ്മിക് കോഷ്യോർക്കർ. അപ്പൊ കണ്ടേ ഈ ഡയഗ്രാം നോക്കി, ഇതാ ഞാൻ ആക്ച്വലി നേരത്തെ പറഞ്ഞത് വിഷ്വലൈസേഷൻ. നമ്മൾ ആക്ച്വലി പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ആക്ച്വലി ഇതിനെ കുറിച്ചുള്ള ഒരു പിക്ചർ പതിയുക. അപ്പൊ കണ്ടേ ഇത് കോഷ്യോർക്കർ വന്ന ഒരു കുഞ്ഞിന്റെ ഒരു ഡയഗ്രാമാണ്. അപ്പം നോക്കിക്കേ, വയറൊക്കെ കുറച്ചൊന്ന് വലുതായിരിക്കുന്നു, മുടിയൊക്കെ ഒന്ന് നോക്കിക്കേ, മുടിക്ക് വലിയ സ്ട്രെങ്ത് ഇല്ലാതെ പോകുന്നു. സോ ഇങ്ങനെയുള്ള പല സിംറ്റംസും കോഷ്യോർക്കർ വരുന്ന കുട്ടിക്ക് കാണാറുണ്ട്. അതേസമയം നാണ്ടേ ഇതാണ് ഒരു മെരാസ്മസ് ബാധിച്ച ഒരു കുഞ്ഞിന്റെ ഒരു പിക്ചറാണിത്. എന്താണ്, വളരെ സങ്കൻ ആയിട്ടുള്ള ഐസ്, കൂടാതെ റിബ്സ് ഒക്കെ താണ്ട ഒത്തിരി തള്ളിയിരിക്കുന്നുണ്ട്. പിന്നെ ഒട്ടും ശരീരത്തിന് ഒട്ടും എന്താണ് ഭാരമില്ല, വെയിറ്റ് ലോസ് വരുന്നുണ്ട്, അതുപോലെ വേസ്റ്റിംഗ് ഓഫ് മസിൽസ് വരുന്നുണ്ട്. നോക്കി അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്താണ് ഈ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷന്റെ അണ്ടറിൽ വരുന്ന കോഷ്യോർക്കർ മെരാസ്മസിന്റെ സിംറ്റംസ് നമുക്ക് ഈ രീതിയിൽ പിക്ടോറിയലായിട്ട് നമുക്ക് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇത് പെട്ടെന്ന് മറന്നു പോകത്തില്ല. ഞാൻ ഇത് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോഷ്യോർക്കർ ആണ്. കോഷ്യോർക്കർ, സോ ഇവിടുത്തെ കോസ് എന്താ വരിക? സിവിയർ പ്രോട്ടീൻ ഡെഫിഷ്യൻസി. സോ കോഷ്യോർക്കറിന്റെ കോസ് വരിക സിവിയർ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വിത്ത് ആഡിക്വേറ്റ് കാലറി ഇൻടേക്ക്. ഇവിടെ കാലറി ഇൻടേക്ക് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ആഡിക്വേറ്റ് ആയിരിക്കും, കുഞ്ഞിന് ആവശ്യമുള്ള തരത്തില് ഇൻടേക്ക് ഉണ്ടാകും. അതേസമയം പ്രോട്ടീനിന്റെ അളവ് വളരെയധികം കുറവായിരിക്കും. സോ നമുക്ക് എങ്ങനെ ഓർക്കാം? KP എന്ന് ഓർത്താൽ മതി കേട്ടോ. KP അതായത് കോഷ്യോർക്കറില് പ്രോട്ടീന്റെ ഡെഫിഷ്യൻസിയാ വരുന്നത്. KP കേട്ടോ, കോഷ്യോർക്കറില് പ്രോട്ടീനിന്റെ ഡെഫിഷ്യൻസിയാ വരിക. കോമൺ ഇൻ ചിൽഡ്രൻ ആഫ്റ്റർ ബീങ് വീൻഡ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക് വിത്തൗട്ട് ഇനഫ് പ്രോട്ടീൻ ഇൻ ദർ ഡയറ്റ്. അതായത് കുഞ്ഞുങ്ങളെ സാധാരണ നമ്മൾ വീനിങ് സ്റ്റാർട്ട് ചെയ്യില്ലേ? എപ്പോഴാണ് നമ്മൾ സാധാരണ വീനിങ് സ്റ്റാർട്ട് ചെയ്യുക? 6 മാസം അല്ലെ? 6 മാസം കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ വീനിങ് സ്റ്റാർട്ട് ചെയ്യുക. വീനിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് നമ്മൾ പതിയെ ഒന്ന് മാറ്റി ബാക്കിയുള്ള ഫുഡ്സ് കൂടെ കൊടുത്തു തുടങ്ങുന്ന സമയമാണ്. അതേസമയം ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ അളവ് കുറച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ആഹാരം കൂടെ പതിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയമാണ് ഈ വീനിങ് എന്ന് പറയുക. അപ്പോൾ സാധാരണ ഈ ചിൽഡ്രനെ വീൻ ഓഫ് ചെയ്തതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യുന്നു? ആവശ്യത്തിനുള്ള പ്രോട്ടീൻ അവരുടെ ഡയറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് കോഷ്യോർക്കർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ സിംറ്റംസിൽ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. സിംറ്റംസ് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് സ്വളൻ ബെല്ലി ആൻഡ് ലിംസ്. അതായത് കുഞ്ഞുങ്ങൾക്ക് എഡീമ ഉണ്ട്. ഇവിടെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് സാധാരണ എഡീമ ഉണ്ടാകും. അത് അവരുടെ ഈ അബ്ഡോമിന്റെ ചുറ്റിലും അല്ലെങ്കിൽ ബെല്ലിയുടെ ചുറ്റിലും ഉണ്ടാകും. കൂടാതെ അവരുടെ ലിംസിൽ അല്ലെങ്കിൽ കാലുകളിലൊക്കെ ഈ എഡീമ ഉണ്ടാകും. രണ്ടാമതായിട്ട് വരുന്ന ഡ്രൈ ഫ്ലേക്കി സ്കിൻ ആണ്. അതായത് അവരുടെ സ്കിന്ന് ഡ്രൈ ആയിരിക്കും, അതുപോലെ തന്നെ ഫ്ലേക്കി അല്ലെങ്കിൽ ഈ ഒരു പെയിന്റ് ഒക്കെ പറ്റിയതുപോലെയുള്ള ഒരു സ്കിന്നിന്റെ അപ്പിയറൻസ് ആയിരിക്കും. മൂന്നാമതായിട്ട് അവരുടെ ഹെയറിന് ഡിസ്കളറേഷൻ ഉണ്ടാകും കേട്ടോ. ഡിസ്കളറേഷൻ ഓഫ് ഹെയർ ഉണ്ടാകും, അതായത് റെഡിഷ് ടിന്റ് ഡിസ്കളറേഷൻ ഓഫ് ദ ഹെയർ ഉണ്ടാകും. നാലാമതായിട്ട് ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവർക്ക് വിശപ്പ് ഉണ്ടാവില്ല. അതായത് നമ്മൾ ഇവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും ഇവർക്ക് കഴിക്കാനായിട്ട് കഴിയില്ല, കാരണം അവർക്ക് വിശപ്പില്ല. അഞ്ചാമത്, അതായത് ഇവർക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ പോലും ഇവർക്ക് വിശപ്പ് ഇല്ല കേട്ടോ. അഞ്ചാമതായിട്ട് പറയുന്നത് ഇറിറ്റബിലിറ്റി ആൻഡ് ലെഥാർജി. അതായത് അവർ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. അടുത്തത് പറയാ മസിൽ വേസ്റ്റിംഗ് ഹിഡൻ ബൈ ഫ്ലൂയിഡ് റിട്ടൻഷൻ. ഇവർക്ക് ആക്ച്വലി മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകും. നമ്മൾ നേരത്തെ മെരാസ്മസ് ബാധിച്ച കുട്ടിയുടെ ഒരു പിക്ചർ കണ്ടിരുന്നല്ലോ. സോ അവിടെയും മസിൽ വേസ്റ്റിംഗ് ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു, നമുക്ക് കാണാൻ പറ്റൂലേ. പക്ഷെ ഈ കേസിൽ ആക്ച്വലി മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകും, പക്ഷെ ഈ ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉള്ളത് കാരണം തന്നെ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് താണ്ടേ ഇനി നിങ്ങൾ മറക്കുമോ? അതായത് കോഷ്യോർക്കർ ബാധിച്ച ഒരു കുഞ്ഞിന്റെ അപ്പിയറൻസ് ഇങ്ങനെ ആയിരിക്കും. അതായത് കുഞ്ഞിന് മാൽന്യൂട്രീഷൻ ഉണ്ടാകും, പിന്നെ അവരുടെ ഹെയർ ഒക്കെ വളരെ ബ്രിട്ടിൽ ആയിരിക്കും, സ്പാർസ് ഹെയർ ആയിരിക്കും. കൂടാതെ ഫ്ലാഗ് സൈൻ ഇൻ ദ ഹെയർ, അവരുടെ മുടിയിലെ ഫ്ലാഗ് സൈൻ, അതായത് ഡിസ്കളറേഷൻ ഉണ്ടാകും കേട്ടോ. ഫ്ലാഗ് പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ പല തരത്തിലുള്ള കളേഴ്സ് അവരുടെ മുടിയിൽ ഉണ്ടാകും. അതാണ് നമ്മുടെ ഫ്ലാഗ് സൈൻ എന്ന് പറയുക. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്ലാഗ് സൈൻ ഏത് ഡിസീസിലാണ് കാണുക? ഏത് ഡിസീസിലാണ്? കോഷ്യോർക്കറിലാണ് കാണുക. കൂടാതെ അനീമിയ ഉണ്ടാകും, പിന്നെ മൂൺ ഫേസ്, ഫാറ്റി ലിവർ, കൂടാതെ സ്വെളൻ അബ്ഡോമൻ, അതായത് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് സ്വെളൻ അബ്ഡോമൻ ഉണ്ടാകും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് സിംറ്റംസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്ക് വെച്ചിട്ട്, അതായത് എന്താണ് ന്യൂമോണിക്സ് വെച്ചിട്ട് അല്ലെങ്കിൽ അക്രോണിംസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇത് ഓർത്തിരിക്കാം എന്നുള്ളത് നോക്കാം. ഇത് ആക്ച്വലി ഈ സെയിം ഡയഗ്രാം തന്നെയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് എന്താണ് ന്യൂമോണിക്സ് വെച്ചിട്ട് എങ്ങനെ ഓർത്തിരിക്കാം എന്ന് നോക്കാം. സോ കോഷ്യോർക്കറിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസിന്റെ ന്യൂമോണിക് നമ്മൾ പറയുന്നത് മീൽസ് ആണ്. മീൽസ് കേട്ടോ. കോഷ്യോർക്കർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മീൽസ് വരിക. എന്തൊക്കെയാ അതിലുള്ളത്? M for malnutrition, E for edema, A for anemia, L for liver അല്ലെങ്കിൽ
ഫാറ്റി ലിവർ. ആൻഡ് എസ് ഫോർ സ്കിൻ ലീഷൻസ്, അല്ലെങ്കിൽ സ്കിൻ ലീഷൻസിൽ എന്തൊക്കെയാ വരിക? ഹൈപ്പർ കെരാട്ടോസിസ്. ഹൈപ്പർ കെരാട്ടോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് പലയിടത്തും ഭയങ്കര തിക്കൻഡ് സ്കിൻ ആയിരിക്കും കേട്ടോ, അതിനാണ് ഹൈപ്പർ കെരാട്ടോസിസ് എന്ന് പറയുക. കൂടാതെ ഡിസ്പിഗ്മെന്റേഷൻ, അവരുടെ സ്കിന്നിൽ തന്നെ പലതരത്തിലുള്ള കളർ ചേഞ്ചസ് ഉണ്ടാകും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് എന്താണ് ഈ കോഷോർക്കറിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുക. നിങ്ങൾ മറക്കോ, കോഷോർക്കറിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? മീൽസ് ഓർക്കുക കേട്ടോ, മീൽസ് ഓർക്കുക. അതായത് മീൽസ് കഴിച്ച് കുഞ്ഞിന്റെ വയറ് വലുതായിരിക്കുന്നു, അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ എന്താണ് അവിടെ എഡിമ കാരണമാണ്, മീൽസ് കഴിച്ചിട്ടല്ല ശരിക്കും, എന്താണ് എഡിമ കാരണമാണ് ഇവരുടെ വയറിങ്ങനെ വീർത്തിരിക്കുക. രണ്ടാമതായിട്ട് ഈ ഡിസീസിൽ വരുന്നത്, അതായത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനിൽ വരുന്ന രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? മെരാസ്മസ് അല്ലെ, മെരാസ്മസ്. അതിന്റെ റീസൺ എന്താണ്? സിവിയർ ഡെഫിഷ്യൻസി ഓഫ് ബോത്ത് കാലറി ആൻഡ് പ്രോട്ടീൻ. അതായത് ഇവർക്ക് കാലറിയും പ്രോട്ടീനും വളരെയധികം ഡെഫിഷ്യന്റ് ആണ്, അതുകൊണ്ടാണ് ഇവർക്ക് മെരാസ്മസ് വരിക. നമ്മളിത് എങ്ങനെ പഠിക്കും, എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? CPM എന്ന് ഓർത്താൽ മതി കേട്ടോ, CPM. അതായത് എന്താണ്? കാലറീസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അതാണ് മെരാസ്മസിൽ വരിക. CPM കേട്ടോ, CPM കാലറി, പ്രോട്ടീൻ, മെരാസ്മസ്. ഇത് ആരെല്ലാം കോമൺ ആയിട്ട് കാണുക? കോമൺ ഇൻ ഇൻഫന്റ്സ് ആൻഡ് യങ് ചിൽഡ്രൻ സഫറിംഗ് ഫ്രം പ്രൊലോങ്ഡ് സ്റ്റാർവേഷൻ ഓർ ഇനാഡിക്വേറ്റ് ഫീഡിങ്. അതായത് ഇവർ ഭക്ഷണം കഴിക്കാത്തത് കാരണം തന്നെ ഇവർക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? കാലറിയുടെയും പ്രോട്ടീന്റെയും ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവരുടെ സിംറ്റംസ് എന്തൊക്കെയാണ്? സിവിയർ വെയിറ്റ് ലോസ്, ഇവർക്ക് സിവിയർ വെയിറ്റ് ലോസ് ഉണ്ടാകുന്നുണ്ട്. കൂടാതെ എക്സ്ട്രീം തിന്നസ്, നമ്മൾ നേരത്തെ കോഷോർക്കർ പറഞ്ഞു അവർക്ക് കുറച്ച് ഫാറ്റി ബോഡി ആയിരിക്കും. ഇവിടെ എന്താണ്? വളരെ തിന്നായിട്ടുള്ള ഡയഗ്രത്തിൽ കാണുന്ന പോലെ വളരെ തിന്നായിട്ടുള്ള ബോഡി ആയിരിക്കും ഇവരുടേത്. കൂടാതെ മസിൽ വേസ്റ്റിംഗ് വിത്ത് ലിറ്റിൽ ടു നോ ഫാറ്റ്, അതായത് മസിൽസ് ഒക്കെ വേസ്റ്റ് ആയി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മസിൽസ് ഒക്കെ ശോഷിച്ച് പോയിട്ടുണ്ടാവും. അവർക്ക് ഫാറ്റിന്റെ കണ്ടന്റ് അവരുടെ ശരീരത്തിൽ കാണത്തില്ല. കൂടാതെ വീക്ക്നെസ് ആൻഡ് ഫെറ്റിക്, വളരെ ക്ഷീണം ഉണ്ടാകും. സങ്കൺ ഐസ്, അവരുടെ കണ്ണൊക്കെ കുഴിഞ്ഞിട്ട് ഇരിപ്പുണ്ടാകും. ഡ്രൈ റിങ്കിൾഡ് സ്കിൻ, നമ്മൾ ഓൾഡ് മാൻ അപ്പിയറൻസ് എന്നാട്ടോ പറയുന്നത്. ചോദിക്കാവേ, ഓൾഡ് മാൻ അപ്പിയറൻസ് ഏതിലാ കാണുക? മെരാസ്മസിലാ കാണുക. അവരുടെ ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും. സ്കിന്നൊക്കെ വളരെ എന്താണ്? റിങ്കിൾ ആയിട്ടിരിക്കും, അല്ലെങ്കിൽ മടങ്ങിയിരിക്കും കേട്ടോ, മടങ്ങിയിരിക്കും. കൂടാതെ സ്റ്റണ്ടഡ് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ, കുഞ്ഞുങ്ങളുടെ വളർച്ച മുരടിച്ചു പോകുന്നു. സോ ഇതൊക്കെയാണ് ഏതിലാണ്? മെരാസ്മസിൽ വരുന്ന സിംറ്റംസ് കേട്ടോ, മെരാസ്മസിൽ വരുന്ന സിംറ്റംസ്. നെക്സ്റ്റ് ഇത് പഠിക്കാനായിട്ടുള്ള ഒരു ന്യൂമോണിക് ആണ്. ഈ മെരാസ്മസ് നമ്മൾ കേൾക്കുമ്പോൾ സ്റ്റാർഡ് എന്ന് ഓർക്കുക കേട്ടോ, സ്റ്റാർവേഷൻ, സ്റ്റാർഡ് എന്ന് ഓർക്കുക. സോ എസ് ഫോർ സിവിയർ വെയിറ്റ് ലോസ്, അവർക്ക് ഭയങ്കര കൂടുതലായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാകും, അതായത് എക്സ്ട്രീം തിന്നസ് ഉണ്ടാകും. കൂടാതെ T ഫോർ തിൻ മസിൽസ്, മസിൽ വേസ്റ്റിങ്, മസിൽസ് ശോഷിച്ചു പോകുന്നത് കൊണ്ട് തന്നെ മസിൽസ് ചെറുതായി പോകാം. A ഫോർ അപ്പതി, അതായത് അവർക്ക് എനർജി ഉണ്ടാവില്ല, ഒരു കാര്യങ്ങളും ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. R ഫോർ റിബ്സ് വിസിബിൾ, അവരുടെ പ്രോമിനന്റ് ബോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ നെഞ്ചൊക്കെ ഇങ്ങനെ തള്ളിയിരിക്കും അല്ലെ, കാരണം അവരുടെ റിബ്സ് ഇങ്ങനെ പുറത്തേക്ക് പ്രോമിനന്റ് ആയിരിക്കും. കാരണം എന്താണ്? അവരുടെ ശരീരത്തിൽ ഫാറ്റിന്റെ കണ്ടന്റ് ഇല്ല. ദെൻ V ഫോർ വെരി ഹംഗ്രി, അവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. നമ്മൾ നേരത്തെ കോഷോർക്കർ പറഞ്ഞു എന്താണ്? അവർക്ക് വിശപ്പില്ല, അവർ കഴിക്കത്തില്ല. അതേസമയം ഇവർക്കാണെങ്കിലോ, മെരാസ്മസ് ഉള്ള കുട്ടികൾക്കോ ഭയങ്കര ഹങ്കർ ഉണ്ടാവും, അവരുടെ വിശപ്പ് വളരെയധികം കൂടുതലായിരിക്കും. അൺലസ് അവര് സിവിയർലി ഇല്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ അസുഖം ഭയങ്കര സിവിയറിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി അവർക്ക് വളരെയധികം എന്താണ്? ഹംഗ്രി, അല്ലെങ്കിൽ അവർക്ക് വളരെയധികം വിശപ്പ് ഉണ്ടാകും. Then E for emaciated appearance, അതായത് ലോസ് ഓഫ് ബോഡി ഫാറ്റ് ആൻഡ് മസിൽസ്, അവരുടെ ശരീരത്തിലെ ഫാറ്റും മസിൽ വേസ്റ്റിംഗും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ എന്താണ്? ഓൾഡ് മാൻ അപ്പിയറൻസ് ഇവർക്ക് ഉണ്ടാകും. D for dry wrinkled skin, എന്താണ് കാരണം? ലോസ് ഓഫ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മെരാസ്മസിലെ സിംറ്റംസ് പറയുക, സ്റ്റാർഡ് എന്ന് ഓർക്കുക കേട്ടോ. നെക്സ്റ്റ് മൂന്നാമത്തെ ടൈപ്പാണ് മെരാസ്മിക് കോഷോർക്കർ. അപ്പൊ ഇതിലെന്താ വരിക? കോമ്പിനേഷൻ ഓഫ് കാലറി ആൻഡ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി. ഇവിടെ രണ്ട് സിംറ്റംസ് ഉണ്ടാവും, മെരാസ്മസിന്റെയും കോഷോർക്കറിന്റെയും സിംറ്റംസ് ഉണ്ടാകും. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഈ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് നമ്മളൊരു സിസ്റ്റം പറയുന്നുണ്ട്. അതിന്റെ പേര് വെൽക്കം ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ആക്ച്വലി ഇപ്പൊ നമ്മുടെ പുതിയ എക്സാം ഷെഡ്യൂളിൽ ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റമിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം എന്താണ്? പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റം ആണ് വെൽക്കം ക്ലാസിഫിക്കേഷൻ കേട്ടോ. വെൽക്കം ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ് വെൽക്കം ക്ലാസിഫിക്കേഷൻ. പിന്നെ നമുക്കിത് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം? ഏർലി ആയിട്ട് നമുക്ക് ഈ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം? സോ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ദ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്താണ്? അണ്ടർ വെയിറ്റ് ഫോർ ഏജ്, അതായത് അവരുടെ വയസ്സിനനുസരിച്ച് അവർക്ക് ഭാരം ഉണ്ടാകില്ല. ഇതാണ് ആദ്യത്തെ ഇൻഡിക്കേറ്റർ ഓഫ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ കേട്ടോ. ഇനി അടുത്ത് നെക്സ്റ്റ് മോസ്റ്റ് പ്രാക്ടിക്കൽ മെത്തേഡ് ടു ഡിറ്റക്ട് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, അതായത് ഈ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള മെത്തേഡ് എന്താണ്? ഗ്രോത്ത് ചാർട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗ്രോത്ത് ചാർട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രോത്ത് ചാർട്ട്, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. സോ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ എന്താണ്? അണ്ടർ വെയിറ്റ് ഫോർ ഏജ് ആണ്. മോസ്റ്റ് പ്രാക്ടിക്കൽ മെത്തേഡ് എന്താണ്? ഗ്രോത്ത് ചാർട്ട് ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ട് കാര്യവും.
പിന്നെ അടുത്ത കാര്യം ഏർലി ഡിറ്റക്ഷനിൽ വരുന്നത് എന്താണ് ആം സർക്കംഫറൻസ്. കുഞ്ഞുങ്ങളുടെ ആം സർക്കംഫറൻസ് നമ്മൾ മെഷർ ചെയ്യുക അല്ലെങ്കിൽ അസസ് ചെയ്യുക. സോ ഇതിന് വേറെ ഒന്ന് രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കണേ, നോട്ട്സ് എഴുതിയെടുത്തോട്ടെ. അതായത് ആം സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഫ് ഏജ് ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് ആക്ച്വലി ഈ മിഡ് ആം സർക്കംഫറൻസ്, അവരുടെ കൈയുടെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് ഈ 1 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്ക് വളരെ സാരമായ വ്യത്യാസം വരുന്നില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏജ് ഓഫ് ദ ചൈൽഡ്. അതായത് കുഞ്ഞിന്റെ വയസ്സിനെ കണക്കാക്കാൻ നമുക്ക് ആക്ച്വലി ഈ മിഡ് ആം സർക്കംഫറൻസ് ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏജ് ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത്. അതായത് കുഞ്ഞിന്റെ ഏജുമായിട്ട് വളരെ റിലേഷൻ ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ ആം സർക്കംഫറൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നമുക്ക് ഈ മിഡ് ആം സർക്കംഫറൻസ് നമുക്ക് അസസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതിന്റെ വാല്യൂസ് എങ്ങനെയാണ്? മോർ ദാൻ 13.5 സെന്റിമീറ്റർ കേട്ടോ, 13.5 സെന്റിമീറ്ററിൽ മുകളിലാണ് ഈ ആം സർക്കംഫറൻസ് അല്ലെങ്കിൽ മിഡ് ആം സർക്കംഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാറ്റിസ്ഫാക്ടറി ന്യൂട്രീഷണൽ സ്റ്റേറ്റസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. 12.5 to 13.5 സെന്റിമീറ്റർ ആണെങ്കിൽ എന്താണ് മൈൽഡ് ടു മോഡറേറ്റ് മാൽന്യൂട്രീഷൻ ചോദിക്കാം കേട്ടോ. അതേസമയം ലെസ് ദാൻ 12.5 സെന്റിമീറ്റർ ആണെങ്കിലോ സിവിയർ മാൽന്യൂട്രീഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇനി നമ്മൾ ഇത് എന്ത് ഡിവൈസ് വെച്ചിട്ടാണ് ഈ മിഡ് ആം സർക്കംഫറൻസ് നമ്മൾ ചെക്ക് ചെയ്യുക? സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഷക്കീർ ടേപ്പ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇതാണ് ഷക്കീർ ടേപ്പിന്റെ ഡയഗ്രാം. സോ ഷക്കീർ ടേപ്പ് ആണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? മിഡ് ആം സർക്കംഫറൻസ് കേട്ടോ. മിഡ് ആം സർക്കംഫറൻസ് അസസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ഷക്കീർ ടേപ്പ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഗ്രോത്ത് ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. സോ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് റോഡ് ടു ഹെൽത്ത് ചാർട്ട് കേട്ടോ. ഈ ഗ്രോത്ത് ചാർട്ടിന് വേറൊരു പേരുണ്ട്, റോഡ് ടു ഹെൽത്ത് ചാർട്ട് അല്ലെങ്കിൽ റോഡ് ടു ഹെൽത്ത് കാർഡ് എന്ന് പറയും. ഇത് ആര് ആദ്യം ഡിസൈൻ ചെയ്തത്? ഡേവിഡ് മോർലി കേട്ടോ. ഡേവിഡ് മോർലി ആണ് ഈ ഗ്രോത്ത് ചാർട്ട് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്തത്. ആരാ മോഡിഫൈ ചെയ്തത്? WHO കേട്ടോ. WHO ആണ് ഈ ഗ്രോത്ത് ചാർട്ട് മോഡിഫൈ ചെയ്തത്. ഇതിന് ഒരു കളർ കോഡഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ചാർട്ട് ആണ്. എന്താണ്? ബ്ലൂ ചാർട്ട് ഫോർ ബോയ്സ്, ബി ഫോർ ബി എന്ന് ഓർത്താൽ മതിയേ. ബ്ലൂ ചാർട്ട് ഫോർ ബോയ്സ് ആണ്. ഈ ബ്ലൂ ചാർട്ട് ആക്ച്വലി ബോയ്സിന് വേണ്ടിയാണ് യൂസ് ചെയ്യുക. ഫീമെയിൽസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? പിങ്ക് അല്ലേ? പിങ്ക് കളറാണ് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട കളർ. സോ പിങ്ക് ചാർട്ട് ഫോർ ആർക്കാണ്? ഗേൾസിന് പിങ്ക് ചാർട്ടാണ് ഈ റോഡ് ടു ഹെൽത്ത് ചാർട്ട് അല്ലെങ്കിൽ റോഡ് ടു ഹെൽത്ത് കാർഡിൽ യൂസ് ചെയ്യുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ ഈ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനെ പ്രിവെന്റ് ചെയ്യാം? ഒന്നാമത്തെ കാര്യം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ ഫസ്റ്റ് 6 months ഓഫ് ലൈഫ്. അതായത് കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം കൊടുക്കുക, കൂടാതെ ബാലൻസ്ഡ് ഡയറ്റ് കൊടുക്കുക, പ്രൊവൈഡിങ് ആഡിക്വേറ്റ് കാലറീസ് ആൻഡ് പ്രോട്ടീൻ ഇൻ മീൽസ്. 6 മാസം കഴിഞ്ഞതിന് ശേഷം പ്രിവെന്റിംഗ് ഇൻഫെക്ഷൻസ് ലൈക്ക് ഡയോറിയ ആൻഡ് മലേറിയ. അതായത് ഈ ഇൻഫെക്ഷൻസ് ഡയോറിയ മലേറിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി അവരുടെ ന്യൂട്രീഷൻ ഇൻടേക്ക് വളരെയധികം കുറയും, അവർക്ക് അബ്സോർപ്ഷൻ ഒന്നും നടക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വരുന്നത് നമ്മൾ പ്രിവെന്റ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത് പറയുന്നത് ട്രീറ്റ്മെന്റ്. ഇതിന് നമുക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാം? ഇമീഡിയറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ വിത്ത് ഓറൽ റീഹൈഡ്രേഷൻ. ഓറലി നമ്മൾ ഫ്ലൂയിഡ്സ് കൊടുത്ത് നമ്മളെ കുഞ്ഞിനെ സ്റ്റേബിൾ ആക്കുക. കൂടാതെ ഇലക്ട്രോലൈറ്റ് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ട്, സോഡിയം കുറവാണ്, അങ്ങനെ എന്തെങ്കിലും ഇലക്ട്രോലൈറ്റ് അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഇൻഫെക്ഷൻ കൺട്രോൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഗ്രാജുവൽ റീഫീഡിംഗ് വിത്ത് തെറാപ്യൂട്ടിക് ഫുഡ്സ്. അതായത് ഇവർക്ക് ഇവരുടെ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് എന്ത് ചെയ്യുക? റീഫീഡിങ് ചെയ്യുക. ലോങ് ടേമിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ന്യൂട്രീഷണൽ റീഹാബിലിറ്റേഷൻ വിത്ത് ഹൈ കാലറി ആൻഡ് ഹൈ പ്രോട്ടീൻ ഫുഡ്സ്. അതായത് എനർജി കണ്ടന്റ് കൂടുതലുള്ള ഫുഡ്സ് കൂടാതെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ്സ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇവർക്ക് കൊടുക്കുക. ദെൻ മൈക്രോ ന്യൂട്രിയൻ സപ്ലിമെന്റേഷൻ, അതായത് അയൺ, സിങ്ക്, വൈറ്റമിൻ എ ഇങ്ങനെയുള്ള മൈക്രോ ന്യൂട്രിയൻ സപ്ലിമെന്റ്സ് കൂടെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഇതാണ് ആക്ച്വലി ലോങ് ടേം ട്രീറ്റ്മെന്റ് മെത്തേഡ് ഫോർ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ആണ്. ഇതിലൂടെ നമ്മൾ എന്താ ആക്ച്വലി നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്? ഞാൻ പറഞ്ഞ ആ ഓർത്തിരിക്കാനുള്ള ടിപ്സ് നമുക്ക് ആക്ച്വലി ഈ ടോപ്പിക്സിൽ കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾ ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഈ ടെക്നിക്സ് ഇഫക്റ്റീവ് ആകുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കും വേറൊരു മെമ്മറി ബൂസ്റ്റിംഗ് ടിപ്പുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.